ഹലോ, നമ്മുടെ എല്ലാ ഗഡികളെയും കൊണ്ട് നമ്മളിന്ന് പോകുന്നത് ഡിസ്നിയുടെ ഹോളിവുഡ് സ്റ്റുഡിയോയിലേക്കാണ്. വളരെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് ഡിസ്നിയുടെ ഹോളിവുഡ് സ്റ്റുഡിയോ. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു തീം പാർക്കും കൂടിയാണ്. നമ്മളിന്ന് അവിടേക്ക് പോകുന്ന വഴിക്ക് കാണാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ റോപ്പ് വേ ഉണ്ട്. ഇത് വരുന്ന റിസോർട്ടുകളിൽ നിന്ന് ആളെ കൊണ്ടുവരുന്നതാണ് റോപ്പ് വേ. ഇത് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ പാർക്കിംഗ് ലോട്ടിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എൻട്രി ഗേറ്റിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി. നമ്മളിനി ഇവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ നമ്പേഴ്സ് ലിമിറ്റഡ് ആണ്. എല്ലാവർക്കും ഇപ്പോൾ വരാൻ പറ്റില്ല. കുറച്ച് കൊറോണ ആയതുകൊണ്ട് അവര് നമ്പേഴ്സ് ലിമിറ്റ് ചെയ്തേക്കാണ്. നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന ഡിസ്നിയുടെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്ര റൈഡുകളുണ്ട്, എവിടെയൊക്കെയാണ് അത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, നമുക്കത് പോകാനുള്ള വഴികൾ എത്രയാണ്, ഓരോന്നിൻ്റെയും വെയിറ്റിംഗ് ടൈം എത്രയാണ്, എത്ര സമയത്തിനുള്ളിൽ നമുക്ക് അവിടെ ചെല്ലാം, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഫുൾ മാപ്പ് നമുക്ക് അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഓരോ റൈഡിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള റൈഡിൽ എത്ര നേരം വെയിറ്റിംഗ് ടൈം നോക്കിയിട്ട് നമുക്ക് നേരത്തെ പോവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പല റൈഡുകൾക്കും പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻ അവർ തരുന്നുണ്ട്. ചില റൈഡുകൾക്ക് അവരൊരു വാർണിംഗ് തരുന്നുണ്ട്. അതേപോലെ തന്നെ ആർക്കും വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. കിഡ്സിനും ടീൻസിനും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാർണിംഗ് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വാർണിംഗിൽ അവർക്ക് ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്കൊന്നും ഇതിലിങ്ങനെ കയറാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. വാർണിംഗ് തരുന്നുണ്ട്. പിന്നെ നമ്മൾ ചൂസ് ചെയ്ത് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും കൂടിയാണ് ഈ വാർണിങ്ങും കാര്യങ്ങളൊക്കെ. കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലോബ് ഉണ്ട്. ആ ഗ്ലോബിന്റെ മുകളിൽ നമ്മുടെ മിക്കി മൗസ് എന്നിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഗ്ലോബ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗേറ്റ് കയറുമ്പോൾ തന്നെയുള്ളൊരു വലിയൊരു ഇതുമയാണ്. ഒരു എന്താ പറയുക, ഒരു പില്ലറിന്റെ മുകളിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കയറി കഴിയുമ്പോൾ തന്നെ കുറേ ഇൻഫോർമേഷൻ സെന്റേഴ്സ് ഉണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ, മാപ്പ്, സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ പോകുന്നത്. ഈവൻ നമുക്ക് മൊബൈലിലെ ആപ്പ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്ത് പോവാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കയറുന്ന വഴിയാണിത്. നല്ല രസകരമായിട്ട് അറേഞ്ച് ചെയ്ത് നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. അധികം ആൾക്കാരും ഇല്ല. നമുക്ക് സുഖമായിട്ട് പോവാം. ഇതിന് മുന്നൊക്കെ പോയവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ സമയത്തൊക്കെ പോയിട്ട് അവിടെ നിന്ന് അടുക്കാൻ പറ്റാന്ന്. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞോളം തന്നെ എൻട്രി റെസ്ട്രിക്ട് ചെയ്തേക്കുന്ന ആയതുകൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റഡ് നമ്പേഴ്സിന് ആൾക്കാർ മാത്രമാണ് അവിടെ കയറ്റുന്നുള്ളൂ. നമ്മളിവിടെ കയറിയിട്ട് ഇത്ര നേരമായിട്ട് നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്രോപ്പറായിട്ട് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് അവർ ഫോളോ ചെയ്യുന്നുമുണ്ട്. അത് മാത്രമല്ല, ഇഷ്ടംപോലെ എംപ്ലോയീസ് അവിടെ ഉണ്ട്. അവർ നോക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ മാസ്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കുന്നുള്ളത്. അപ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ വളരെ നല്ലൊരു കാര്യമാണ്. ഈ കൊറോണയുടെ സമയത്ത് ഇത് പടരാതിരിക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് പോകാനും വേണ്ടി നല്ലൊരു കാര്യമാണ്. ഈ പ്രോപ്പർ റൈഡിൽ നമുക്ക് 1 മണിക്കൂർ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ആ ഒരു ലൈൻ ഫോളോ ചെയ്യുന്നത് വളരെ രസകരമായിട്ടാണ്. അതായത് നമ്മളൊരു പുഴ പോകണമെന്നുണ്ടെങ്കിൽ ചുറ്റി തിരിഞ്ഞാണ് ആ ലൈൻ പോകുന്നത് തന്നെ. പക്ഷെ നമുക്കതിൽ 1 മിനിറ്റ് പോലും നമ്മളൊരു സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുന്നില്ല. എല്ലാവരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ബോറിങ് തോന്നുന്നില്ല. ഈവൻ നമുക്ക് 1 അവർ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെങ്കിലും ബോർ ചെയ്യുന്നില്ല. പിന്നെ പോണ വഴിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഗാർഡനൊക്കെ നല്ല ഉഗ്രനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസകരമായിട്ട് എല്ലാം പ്രോപ്പർലി മെയിൻറ്റൈൻഡ് ആട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പാർക്കിൻ്റെ ഒരു ഇത് വിട്ടിട്ട് നമുക്ക് നമ്മുടെ മൈൻഡ് ഒരു റീഫ്രഷ് ചെയ്യാനും പറ്റിയ ഒരു എൻവയോൺമെന്റൽ കണ്ടീഷനും കൂടിയാണ് അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ 6 മിനിറ്റുള്ള റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു. നന്നായിട്ട് നമ്മൾ ആസ്വദിച്ചു. എല്ലാവരും ഫാമിലിയിലെ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു. ഏറ്റവും കൂടുതൽ രസമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ കാരണന്മാരെ അത് നല്ല ആസ്വദിക്കുന്ന കണ്ടപ്പോഴാണ് നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടായത്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് പോകുന്നത് അടുത്ത റൈഡിലേക്കാണ്. നമുക്ക് എല്ലാവർക്കും അടുത്ത റൈഡിലേക്ക് പോകാം. അടുത്ത റൈഡ് നമ്മൾ ടോയ് സ്റ്റോറി മൂവീനെ ബേസ് ചെയ്തിട്ടുള്ള റൈഡാണ്. ടോയ് സ്റ്റോറി ലാൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ബാക്കിൽ കാണുന്ന നല്ല അതിമനോഹരമായ റൈഡാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ എന്താണ് വിശേഷം. നമ്മളവിടെ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു തിയേറ്ററിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ വാൾട്ട് ഡിസ്നിയുടെ എല്ലാ ചരിത്രങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അയാൾ വന്ന വഴികൾ, അയാൾ എത്തിപ്പെട്ട വഴികൾ, അയാളുടെ ഡ്രീം എന്തായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരാളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന്. ഏറ്റവും നന്നായിട്ട് അയാൾക്ക് അറിയാവുന്നതെന്ന് വെച്ചാൽ പടം വരയ്ക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ നിന്നാണ് അയാൾ ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്തിച്ചത്.
ഇനി മറ്റൊരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി വാൾട്ട് ഡിസ്നി മരിക്കുന്നത് 1966 ഈ ഫ്ലോറിഡയിലെ തീം പാർക്സ് ആരംഭിക്കുന്നത് തന്നെ 1971 അപ്പോൾ അയാളുടെ ഡ്രീം ആയിരുന്നെങ്കിൽ കൂടി ഫ്ലോറിഡയിലെ തീം പാർക്ക് കാണാനുള്ളൊരു യോഗം അയാൾക്ക് ഉണ്ടായില്ല. പക്ഷേ എങ്കിലും അവരുടെ മക്കളായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഓർഗനൈസേഷനായിട്ടോ ആ സംഭവം നന്നായിട്ട് കൊണ്ടുവന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു മോട്ടിവേഷൻ എന്ന് പറയാനായിട്ട് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് വാൾട്ട് ഡിസ്നിയുടെ ഒരു ജീവിതകഥ തന്നെ. നമ്മൾ പല റൈഡുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ കയറി വിശന്നിട്ട് പാടുണ്ടായില്ല. നമ്മളപ്പോൾ എന്തായാലും ഒരു ഭക്ഷണം കഴിക്കാനുള്ള രീതിയിൽ നമ്മളിവിടെ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇവിടെ വന്നിട്ട് കൗണ്ടറിൽ ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാം നമുക്ക് സെൽഫോണിൽ കൂടെ തന്നെ ഓർഡർ ചെയ്യണം. സെൽഫോണിൽ കൂടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ആ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയമാകുമ്പോൾ നമ്മുടെ സെൽഫോണിൽ റിങ് വരും. നമ്മളപ്പോൾ പോവുക, അത് വാങ്ങിക്കുക, വരിക, ചെയ്യുക. അപ്പോൾ നമ്മളതെല്ലാം ഓർഡർ ചെയ്തു. 5 മിനിറ്റ് മുന്നാണ് നമുക്കിത് ഓർഡർ ചെയ്തത്. ആ സാധനം ഇപ്പോൾ മൊബൈലിൽ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ഇൻഫർമേഷൻ. ഇപ്പോൾ സംഭവം റെഡി ആയിട്ടെന്ന് പറയുന്നുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻഫർമേഷൻ കാണിക്കും. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുക. പാരൻസൊക്കെ എന്ന് പറഞ്ഞാൽ ടയേർഡായിട്ടുണ്ട്. കുറച്ച് ഇത്ര നേരമൊക്കെ നടന്ന് പല റൈഡുകളിലൊക്കെ കയറിയാണ്ട് അവരും ടയേർഡാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ഇതിലിങ്ങനെ ഇരിക്കുക. വേഗം കൈയൊക്കെ മാറ്റി അവർ റെഡിയായി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന അടുത്ത റൈഡിലേക്കാണ്. ഈ റൈഡിൽ ഇപ്പോൾ 1-5 മിനിറ്റ് ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ പോകാൻ വിചാരിച്ചിരിക്കണേ. അപ്പോൾ എല്ലാവരും ഹായ്, നല്ല രസമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നതാണത്. ഈ ഒരു റൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മറച്ചിലുണ്ട് ഈ സാധനത്തിൽ. നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഫാസ്റ്റാണ്. 3 മറിച്ചിൽ തലകുത്തി മറിഞ്ഞാണ് ഇത് പോകുന്നത്. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും കൊണ്ട് കയറുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ പാരൻസിന് പറ്റില്ല അത്. അതുകൊണ്ട് ഞങ്ങളായിട്ട് അവസാനത്തേക്ക് വെച്ചേക്കുക. നമുക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് മാത്രമായിട്ട് പോകാനായിട്ട് അവർക്ക് വെച്ചേക്കാണ്. നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മളതിൽ പോകും. ഡിസ്നിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമേറ്റഡ് മൂവിയായിരുന്നു ദ കാർസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ലൈറ്റ്നിങ് മക്കോയും ഹീറോ ആയിട്ടൊരു കാറിൻ്റെ ഒരു കഥ നമ്മൾ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കാണാൻ നമുക്ക് അത് എത്ര രസമായിട്ട് അറേഞ്ച് ചെയ്തേക്കണേന്ന്. ഈ വരുന്നൊരു സാധനത്തിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. കാണുമ്പോൾ തന്നെ ഒരു പേടിയുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് പോകുന്നത്. നമുക്ക് അതിലൊന്ന് കയറണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പച്ചനും അമ്മച്ചാണെങ്കിൽ റെഡിയാണ് കയറാനായിട്ട്. കാരണം അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാത്തിനും കയറണം എന്ന് പറഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് സ്റ്റാർ വാർസ് മൂവീനെ ബേസ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഓരോ തീമുകളുണ്ട്. അതിനെ ബേസ്ഡ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഈ ഒരു പോകുന്ന സെക്ഷനിൽ തന്നെ അറേഞ്ച് ചെയ്തേക്കണേ. നമുക്കത് സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോഴും. അപ്പോൾ നമുക്ക് അതിലെ ക്യാരക്ടേഴ്സിനെ, അതിലുള്ള ആക്ടേഴ്സിനെയൊക്കെ നമുക്ക് ശരിക്കും അടുത്ത് കാണാം. നമുക്ക് ആ മൂവിയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് അടുത്ത് കാണാം. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകതയും. പിന്നെ അത് മാത്രമല്ല, അവിടെയുള്ള ആൾക്കാർ, ഈ ഡിസ്നിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് വരെ അതേപോലെയാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഇതെല്ലാം നല്ലൊരു അതിനോട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സംഭവങ്ങളാട്ടോ. എല്ലാം നമുക്ക് നല്ല അടുത്ത് കാണുമ്പോഴേ നമ്മളത് ശരിക്കും മൂവിയിൽ കണ്ട ഒരു ഇതാണ് നമുക്ക് ഓർമ്മ വരല്ലായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഇവിടെ പൂർത്തിയാകാണ്. രാവിലെ 9 മണി തുടങ്ങി വൈകുന്നേരം 8 മണി വരെയുള്ള പരിപാടിയായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എൻജോയ് ചെയ്തേക്കാൾ കൂടുതൽ നമ്മുടെ പാരൻസ് ആണ് ഇത് എൻജോയ് ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ ചാനൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളോട് സഹകരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ.